الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ദിവസമാണ് യൗമുൽ ബദർ, ബദറിന്റെ ദിവസം. വിശുദ്ധ ഖുർആൻ ബദറിന്റെ ദിവസത്തെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നത് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം എന്ന് പറയാം. സത്യം മരിച്ചു, അസത്യം വിജയിച്ച ഒരു ദിവസം. വിശുദ്ധ ഖുർആൻ ബദറിനെ സംബന്ധിച്ച് പലയിടങ്ങളിലായി പല സൂറത്തുകളിലായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ബദർ എന്താണ് എന്ന് പഠിക്കുക എന്ന് പറയുന്നത്. ബദറിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന പോരാട്ടങ്ങളെ ചരിത്ര പണ്ഡിതന്മാർ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തത് മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങോട്ട് ആക്രമിച്ചതാണ്. അവിടെ 3 യുദ്ധം നടക്കുന്നുണ്ട്. ഒന്ന് ബദർ, ഉഹദ്, ഖന്ദഖ്. രണ്ടാമത്തെ ഘട്ടം ഹുദൈബിയ സന്ധിയാണ്. 10 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കീങ്ങളും യുദ്ധം ചെയ്യില്ല എന്നൊരു സന്ധി. പക്ഷെ അത് 2 വർഷമാകുന്നതിന് മുമ്പ് മുശ്രിക്കീങ്ങൾ ലംഘിക്കുകയാണ്. അവിടെയാണ് മൂന്നാമത്തെ ഘട്ടം വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ഘട്ടത്തിൽ അവരെ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ. അവിടെയാണ് മക്ക വിജയവും ഹുനൈൻ യുദ്ധവും തായിഫിന്റെ ഉപരോധവും നമ്മൾ കാണുന്നത്. ഇതാണ് മൊത്തം പോരാട്ടത്തിന്റെ ചരിത്രം. ഈ പോരാട്ട ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, യാതൊരു തരത്തിലും അവഗണിക്കാൻ കഴിയാത്ത ചരിത്രം, അത് ബദറിന്റെ ചരിത്രമാണ്. ബദറിന്റെ പശ്ചാത്തലം ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അബൂ സുഫിയാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോവാണ്. 50,000 ദീനാർ എന്ന് പറഞ്ഞാൽ 50,000 സ്വർണ്ണ നാണയവുമായിട്ടാണ് പോകുന്നത്. അതിൽ വലിയൊരു ശതമാനം സമ്പത്തും മുസ്ലിങ്ങൾ ഹിജറ ചെയ്യുമ്പോൾ മക്കത്ത് ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന സമ്പത്താണ്. അവർ കച്ചവടം ചെയ്യുന്നു, ആയുധം വാങ്ങിക്കുന്നു, എന്നിട്ട് ഇസ്ലാമിനെ തുരത്താൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടയണമെന്ന് ഉദ്ദേശിക്കുക. ബസീസയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ അബൂ സുഫിയാൻ വലിയ തന്ത്രശാലിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സംഘവും തന്നെ പിടിക്കാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ അബൂ സുഫിയാൻ മക്കയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞേക്കുക. അനസ് ഇബ്നു മാലിക് പറയാണ്, ബസീസയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. ബസീസ ബദറിൽ പോയി കാര്യമന്വേഷിച്ച് തിരിച്ചു വന്നു. വളരെ ഗൗരവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് അയാൾ കയറി വന്നപ്പോൾ റസൂൽ എല്ലാവരെയും പുറത്താക്കി, വീട്ടുകാരെ മുഴുവൻ പുറത്താക്കി. പക്ഷെ എന്നെ പുറത്താക്കിയില്ല, ഞാനന്ന് ചെറിയ ചെറുക്കനാണ്. ബസീസ എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി. റസൂൽ പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മൻ കാന ലഹുർഹു ഹാദിറൻ ഫലിയർകബ്. ഇപ്പൊ ആരൊക്കെയാണോ തയ്യാറായിട്ടുള്ളത്, സജ്ജമായിട്ടുള്ളത്, അവര് പെട്ടെന്ന് പുറപ്പെടാൻ വേണ്ടി പറയാം. ബദർ പെട്ടെന്ന് നടന്ന ഒരു മൂമെന്റ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ബദറിൽ പങ്കെടുക്കാത്ത ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല, പെട്ടെന്ന് നടന്നതാണ്. ഏതാണ്ട് 300-ൽ പരം ആളുകൾ പുറപ്പെടുകയാണ്. അതിൽ 86 മുഹാജിറുകളാണ്, ബാക്കി മുഴുവൻ അൻസാറുകളാണ്. നമ്മൾ ആലോചിച്ചോക്കാം, 300-ൽ 86 മുഹാജിറാണെങ്കിൽ ബാക്കി മുഴുവൻ അൻസാരികളായ സഹാബാക്കളാണ്. അവിടെയാണ് അൻസാറുകൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്.
അവരുടെ പേര് തന്നെ സഹായികൾ എന്നാണ്. ഇസ്ലാമിനെ സഹായിക്കാൻ നിർണായക ഘട്ടത്തിൽ വലിയൊരു നമ്പർ, ഹ്യൂജ് നമ്പർ അവരാണ്. എത്ര ആളുകളാണ് എന്ന കാര്യത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ചില അഭിപ്രായങ്ങൾ പറയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു 317 ആളുകൾ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു 313 ആളുകൾ. പണ്ഡിതന്മാരെ ജമ ചെയ്തുകൊണ്ട് പറയാം 306 പേര് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയാണ്, ബാക്കിയുള്ള ആളുകൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അതോടൊപ്പം ബദറിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിട്ടും പങ്കെടുക്കാൻ സാധിക്കാതെ പോയ ചില സഹാബാക്കളുണ്ട്. അത് 10 ആളുകളാണ്. അതിൽ ഒന്നാമത്തെ ആൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭാര്യ റുഖയ്യയാണ്. റുഖയ്യ ആരാണെന്ന് നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയാണ്. അന്ന് റുഖയ്യക്ക് വലിയ രോഗം ബാധിച്ചു, പനി ബാധിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയ്യ നോക്കാൻ വേണ്ടി ചുമതലപ്പെടുത്താണ്. ഉസ്മാൻ ഭയങ്കര സങ്കടമായി, ബദറിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, ഇന്നലക അജ്റ റജുലിൻ മിമ്മൻ ഷഹിദ ബദറൻ വസഹ്മ. ഉസ്മാൻ, നീ വേജാറാകണ്ട, ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ബദറിൽ പങ്കെടുത്ത ഒരു മനുഷ്യന്റെ അതേ പ്രതിഫലമുണ്ട്. വസഹ്മഹു, അത് മാത്രമല്ല അതേ ഓഹരി നിനക്ക് കിട്ടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നിയ്യത്തുണ്ട്, നല്ല അമലുകൾ ചെയ്യണമെന്ന്, ദഅവാ പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മ രോഗിയാണ്, നമ്മുടെ വാപ്പ രോഗിയാണ്, നമുക്കവരെ പരിചരിക്കണം. ആ പരിചരിക്കുന്നതിന്റെ കൂലിയുണ്ട് എന്നതിന് പുറമെ നമ്മുടെ ആ നല്ല നിയത്തിന് അള്ളാഹു കൂലി തരും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ ആ സ്വത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആഖിറത്തിൽ അള്ളാഹു കൊടുക്കുന്ന കൂലി എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം നല്ല നിയത്തുകൾ ഉണ്ടാകണം. ചിലപ്പോൾ തടസ്സം ഉണ്ടാവും. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ഖുതുബയിൽ, റമളാനിൽ ഇതുപോലെയൊക്കെ സജീവമാകണം എന്നാഗ്രഹിച്ച പല ആളുകളും ഇന്ന് ഹോസ്പിറ്റലുകളിലാണ്. അവരെ സംരക്ഷിക്കാനും അവരെ ശുശ്രൂഷിക്കാനും ആളുകൾ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുകയാണ്. അവർ നിരാശപ്പെടണ്ട. മിമ്മൻ ഷഹിദ ബദറൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ബദറിൽ നമുക്ക് നൽകുന്ന പാഠം ഒന്നാമത്തത് അതാണ്. രണ്ടാമത് പങ്കെടുക്കാൻ പറ്റാതിരുന്ന സഹാബി ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. ആരാണ് ഹുദൈഫ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി ബദറിന് തൊട്ടു മുമ്പാണ് ഹിജറ ചെയ്യുന്നത്. ഹിജറ ചെയ്യുന്ന സന്ദർഭത്തിൽ മക്ക മുശ്രിക്കീങ്ങൾ ഹുദൈഫയും ബാപ്പയും പിടിക്കാം. മക്കത്തേക്കാണോ പോകുന്നത്? സമ്മതിക്കില്ല. നമ്മൾ സമ്മതിക്കാം, പക്ഷെ നിങ്ങൾ മുഹമ്മദിന്റെ കൂടെ ബദറിൽ പങ്കെടുക്കരുത്. ആ കരാറ് വാങ്ങിയിട്ട് പറഞ്ഞേക്കാം. പക്ഷെ മദീനയിലെത്തിയ ഹുദൈഫക്കും ബാപ്പക്കും ഭയങ്കര ആഗ്രഹം, എല്ലാവരും ബദറിലേക്ക് പോവല്ലേ, എനിക്കും പങ്കെടുക്കണം. ഹുദൈഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ അത് നമുക്ക് ലംഘിക്കാൻ പറ്റില്ല. വനസ്തഈനു ബില്ലാഹി അലൈഹി, നമ്മൾ അള്ളാഹുവിനോട് സഹായം ചെയ്തിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ യുദ്ധം ചെയ്യും. പക്ഷേ അപ്പോഴും ആ കരാർ ലംഘിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മനുഷ്യർക്കിടയിൽ പല എഗ്രിമെന്റുകളും സൈൻ ചെയ്യുന്നവരാണ്, നമ്മൾക്കിടയിൽ പല കരാറും ഉണ്ട്. പക്ഷെ നമ്മൾ ആ കരാറുകൾ, എഗ്രിമെന്റുകൾ എത്ര നിസാരമായിട്ടാണ് വയലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. അതിന് നമ്മൾ ന്യായം പറയും, അത്യാവശ്യം ആയതുകൊണ്ടാണ്. അതിനേക്കാൾ വലിയ അത്യാവശ്യമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ആളുകൾ ആവശ്യമുണ്ടായിരുന്ന ഒരു രംഗത്തിൽ പോലും റസൂൽ പറയാ, ശത്രുവിന്റെ കരാറാണെങ്കിൽ അത് പൂർത്തീകരിച്ചേ പറ്റൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. റസൂലും സഹാബാക്കളും ബദറിലേക്ക് യാത്ര ചെയ്യാണ്. അവരുടെ കയ്യിൽ കാര്യമായിട്ട് ഒന്നുമില്ല. 2 ഒട്ടകം, 70 കുതിരകൾ, 300 ആളുകൾക്ക് 70 കുതിര, 3 ആളുകൾ ഒരു കുതിരയിൽ ഊഴം വെച്ച് യാത്ര ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി ബിൻ അബീ ത്വാലിബും അബൂ ലുബാബയും 3 പേരും മാറി മാറി യാത്ര ചെയ്യാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഴം കഴിഞ്ഞിട്ട് റസൂൽ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ മറ്റു 2 സഹാബാക്കളും തടയാണ്. റസൂൽ അങ്ങിറങ്ങരുത്, നമ്മൾ അങ്ങേക്ക് വേണ്ടി നടക്കാം, അങ്ങിറങ്ങരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, മാ അൻതുമാ ബിഅഖ്വാ മിന്നി, നിങ്ങൾ 2 പേരും എന്നേക്കാൾ ശക്തരല്ല. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾ 2 പേരും എന്നേക്കാൾ ശക്തരല്ല. ഒരു ലീഡർഷിപ്പിന് വേണ്ട ഒന്നാമത്തെ ഒരു ക്വാളിറ്റി പറയാൻ, ശാരീരികമായ ഒരു ഫിറ്റ്നസ് അത് ഏറെ ഉണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി മാ അന അഗ്ന ബിൽ അജ്രി മിൻകുമാ, നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഉണ്ടല്ലോ, അത് എനിക്ക് വേണം. ആ പ്രതിഫലം വാങ്ങാതിരിക്കാൻ മാത്രം ഞാൻ തെന്നിയൊന്നുമല്ല. നമ്മൾ നേതാക്കൾ പഠിക്കേണ്ടുന്ന രണ്ടാമത്തെ ഒരു ക്വാളിറ്റിയാണ്. അണികൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയല്ല, അണി ചെയ്യുമ്പോൾ അവന് കൂലി കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലൂടെ പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ ഒരു പാഠം അതാണ്. നമ്മൾ ആലോചിക്കണം, ബദറിൽ മുസ്ലിങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബദറിന്റെ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ വിജയിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, അല്ലാഹു ബദറിൽ മുസ്ലിങ്ങളെ അല്ലാഹു സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. എന്താ നിങ്ങൾക്ക് പറയാൻ മാത്രം ഉള്ളത്? ഒന്നുമില്ല. പക്ഷെ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, അല്ലാഹുവിനോട് നന്ദി ചെയ്യൂ. നമ്മൾ ഇന്ന് മുസ്ലിം സമൂഹം
ഏറ്റവും കൂടുതൽ ആവശ്യം, അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ള ഒരു ഘട്ടമാണ്. നമുക്ക് ഭൗതികപരമായ എത്ര തന്നെ സന്നാഹങ്ങളില്ലെങ്കിലും അള്ളാഹുവിൽ പേടിയുണ്ടോ, റസൂലിൽ മുഹബ്ബത്തുണ്ടോ, ആ സുന്നത്ത് ജീവിതത്തിലുണ്ടോ? വലഖദ് നശറക്കുമുല്ലാഹു ബിബദരിൻ, ബദറിൽ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് നിരാശ വേണ്ട. പക്ഷെ അത് രണ്ടുമില്ലെങ്കിൽ ഭൗതികപരമായ എത്ര സന്നാഹങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അത് ബദർ തരുന്ന മറ്റൊരു പാഠമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് നടന്നു പോകുന്ന സഹാബാക്കൾ അവരുടെ പട്ടിണിയും പരിവട്ടവും കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ, അല്ലാഹുവേ അവർ നഗ്നപാതരാണ്, ഫഹ്മിൽഹും, നീ അവരെ വഹിച്ചു കൊണ്ടുപോകണം. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫഅക്സിഹിം, അല്ലാഹുവേ അവർ വസ്ത്രമില്ലാത്തവരാണ്, അവർക്ക് നീ ഉടുപ്പിച്ചു കൊടുക്കണം. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ, അല്ലാഹുവേ അവർ പട്ടിണിയിലാണ്, ഫഅശ്ബിഅഹിം, നീ അവർക്ക് വയറ് നിറച്ചു കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആ യുദ്ധം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് മുസ്ലിങ്ങൾക്ക് വലിയൊരു ഗനീമത്ത് കിട്ടാൻ, അവർക്ക് വസ്ത്രം കിട്ടി, സമ്പത്ത് കിട്ടി, അവരുടെ വിഷപ്പടങ്ങി, എല്ലാം സാധ്യമായി എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. ഒന്നുമില്ല, എല്ലാം അസ്തമിച്ചു എന്ന് നമുക്കിങ്ങനെ തോന്നുന്ന സന്ദർഭം ഉണ്ടാവും. അവിടെ നിരാശപ്പെടരുത്. ആ സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലേക്ക് രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടാണ് റമളാനിനെ പറ്റി ഖുർആൻ പറഞ്ഞല്ലോ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. തൊട്ടടുത്ത ആയത്ത് എന്താണ്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അവര് എന്നെ കുറിച്ചല്ലേ ചോദിക്കുന്നത്, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുണ്ട്, നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ എന്നോട് ചോദിക്കാം. ഫലിയസ്തജീബു ലീ വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം എന്ന് അല്ലാഹു പറയാൻ. നമ്മൾ റമളാനാണ്, ദുആ ഒരിക്കലും കൈവിടാൻ പാടില്ലാത്ത ഒന്നാണ്. ഒന്നുമില്ലെങ്കിലും ആ ദുആ ആത്മാർത്ഥമാണെങ്കിൽ അല്ലാഹു തരും എന്ന് ബദർ നമുക്ക് കാണിച്ചു തരും. ബദറിലേക്ക് മുശ്രിക്കീങ്ങൾ പുറപ്പെട്ട ചരിത്ര പശ്ചാത്തലം ചരിത്രത്തിൽ കാണാം. അബൂ സുഫിയാൻ ദംദം ബിൻ അംറിനെ എന്നെ മുഹമ്മദ് വളഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത അറിയിക്കാൻ വേണ്ടി മക്കയിലേക്ക് പറഞ്ഞേക്കാം. ദംദം ബിൻ അംർ മക്കയിലെത്തുന്നതിന്റെ കൃത്യം 3 ദിവസം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി ആത്തിക ബിൻത് അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. ചരിത്രത്തിൽ കാണാം നമുക്കത്. ആത്തിക കാണുന്നത് മക്കയുടെ മലയുടെ മുകളിലേക്ക് ഒരു മനുഷ്യൻ വന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയാണ്, യാ ആല ബദർ ലിമ സാരിഅകും, മക്കക്കാരെ, ബദറിൽ നിങ്ങൾക്ക് പതനമുണ്ടാകാൻ പോകുന്നു എന്ന് പറയാം. എന്നിട്ട് ആ കുതിരക്കാരൻ വലിയൊരു പാറ ആ മലയുടെ മുകളിൽ നിന്ന് താഴെ ഉരുട്ടുകയാണ്. അത് ചിന്നിച്ചിതറി എല്ലാ ഖുറൈശി വീടുകളിലേക്കും പതിച്ചു എന്ന് ആത്തിക പറയാം. ആത്തിക ഈ സ്വപ്നം തന്റെ സഹോദരൻ അബ്ബാസിനോട് പറഞ്ഞു കൊടുത്തു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂ ജഹലിനോട് ഈ സ്വപ്നം പറയാം. അബൂജഹലിന് ഭയങ്കര ദേഷ്യമായി. അത് ശരി, ഇത്ര കാലവും ബനൂ ഹാഷിമിലെ ആണുങ്ങൾ മാത്രമാണ് കളവ് പറഞ്ഞത്, അബൂജഹൽ ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഇപ്പൊ പെണ്ണുങ്ങളും കളവ് പറയാൻ തുടങ്ങി എന്ന് പൂച്ചിച്ചിട്ട് അബൂജഹൽ ആ സ്വപ്നത്തെ വിലക്കെടുത്തില്ല. പക്ഷേ ദംദം ബിൻ അംർ ഈ വാർത്തയുമായി മക്കയിലേക്ക് വരാൻ ഉറക്കെ പറയാണ്, മക്കക്കാരെ, മുഹമ്മദും സംഘവും അബൂ സുഫിയാനെ ചുറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തിനെ ഇതാ ഇപ്പൊ നഷ്ടപ്പെടാൻ പോവാണ്. അബൂജഹലിന് ആത്തിക്കയുടെ സ്വപ്നം ഓർമ്മ വന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോയാൽ ഇനി നമുക്ക് രക്ഷയില്ല എന്ന് അബൂജഹലിന് പേടിയായി. അബൂജഹൽ മുന്നോട്ടേക്ക് ഇറങ്ങാൻ മടിച്ചു വന്നു. മക്കക്കാര് മുഴുവൻ ഇങ്ങനെ ഒരു സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കുക. ചരിത്രത്തിൽ കാണാം, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നേരിട്ട് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷം സ്വീകരിച്ചുകൊണ്ട് വരികയാണ്. ഞാനിങ്ങനെ പതിഞ്ഞെന്നാ മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കി ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക. വിശുദ്ധ ഖുർആൻ അത് സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഒന്ന് ജയിക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്നിട്ട് ഇബ്ലീസ് ഇവരെയും കൂട്ടി മോട്ടിവേറ്റ് ചെയ്ത് രണാങ്കണത്തിൽ ചെന്ന് നിന്നപ്പോൾ യുദ്ധം തുടങ്ങി. ഇബ്ലീസാണ്, മലക്കുകളെ കണ്ടു. ഇബ്ലീസ് പിന്തിരിഞ്ഞോടി. വഖാല ഇന്നി ബരീഉം മിൻകും, ആളുകളൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാം. എല്ലാവരെയും തട്ടി മാറ്റിയിട്ടാണ് ഇബ്ലീസ് പോകുന്നത്. വഖാല ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഇന്നി അറാ മാ ലാ തറൂന, നിങ്ങൾ കാണാത്ത പലതും എനിക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാകുന്നു എന്ന് പറയാണ് ഇബ്ലീസ്. അല്ലാഹുവിനെ പേടിയാകുന്നു. ആരാ പറയുന്നത്? അല്ലാഹുവിനെ പേടിക്കേണ്ട സമയത്ത് പേടിയൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു ഇബ്ലീസ് അവസാനം നമ്മളെ തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ ലോകത്ത് നീ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആഖിറത്തിലും ഇതിനേക്കാൾ കഷ്ടമാണ്. നമ്മളെ ഇബ്ലീസ് എങ്ങനെയാണ് ഒരു തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്, അത് വീഴ്ത്തിയതിനു ശേഷം എങ്ങനെയാണ് കഴുകഴുകി രക്ഷപ്പെടുന്നത് എന്ന വലിയ ചരിത്രം ബദർ നമുക്ക് കാണിച്ചു തരാം. അബൂജഹലും കൂട്ടരും ഇറങ്ങി, മോട്ടിവേറ്റഡായി ഇറങ്ങി കുറച്ച് മുന്നിലേക്ക് എത്തിയപ്പോൾ അബൂ സുഫിയാന്റെ രണ്ടാമത്തെ കത്ത് വരികയാണ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങേണ്ട, നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പറയാം. അബൂജഹൽ കൂട്ടാക്കിയില്ല. നമ്മൾ എന്തായാലും ഇറങ്ങി, നമ്മൾ ബദറിൽ സമ്മേളിക്കും, നമ്മൾ കുടിക്കും, ആടും, പാട്ടുപാടും, നമ്മളെ ശക്തി അറബികളെ നമ്മൾ അറിയിക്കും. അബൂജഹൽ മുന്നോട്ടേക്ക് പോവാ.
1000 പേരുണ്ടായിരുന്നു അവർ. ഒരു ദിവസം 10 ഒട്ടകത്തെ അറക്കേണ്ടി വരുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. സൂറത്തുൽ അൻഫാൽ, ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. 10 ഒട്ടകം വേണം. ആദ്യം ഒട്ടകം അറക്കുന്നത് അബൂജഹലാണ്. ആ അബൂജഹലിന്റെ പേരിൽ ഈ ആയത്തിറങ്ങ, ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. ചില അവിശ്വാസികൾ അവര് സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട് ലിയസുദ്ദു അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ. ഫസയുൻഫിഖൂനഹ, നിങ്ങൾ അങ്ങനെ ചെലവഴിച്ചോളൂ. സുമ്മ തകൂനു അലൈഹിം ഹസ്റതൻ, പക്ഷെ നിങ്ങൾക്ക് പിന്നീട് ഖേദമായിരിക്കും എന്ന് ഖുർആൻ പറയാം. നമ്മളോട് ചേർത്ത് വായിക്കാം. നമ്മൾ ഇങ്ങനെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നമ്മൾ ഇങ്ങനെ ആലോചിക്കാതെ പലയിടത്തും സമ്പത്ത് നമ്മളിങ്ങനെ ചെലവഴിക്കുന്നുണ്ട്. സുമ്മ തകൂനു അലൈഹിം ഹസ്റ, അത് പിന്നീട് നിങ്ങൾക്ക് ഖേദമാകുമോ എന്ന് ആലോചിക്കേണ്ടത് നമ്മളാണ്. സമ്പത്ത് ചെലവഴിച്ചു എന്നതുകൊണ്ടായില്ല. നമ്മൾ ഹലാലിൽ നിന്നാണോ സമ്പാദിച്ചത് എന്ന ചോദ്യമുണ്ടാകും. അതെവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. സുമ്മ തകൂനു അലൈഹിം ഹസ്റ, അവിടെ ഒരു ഖേദമുണ്ടാകാതിരിക്കാൻ ഇന്ന് നമ്മൾ സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലും കൂട്ടരും വരുന്നു എന്ന വാർത്ത അറിയാം. ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും പുറപ്പെട്ടത് അബൂ സുഫിയാനെ തടയാനാണ്. അവർ ചെറിയൊരു നമ്പർ മാത്രമാണ്. ഇത് വലിയൊരു നമ്പർ, ഹ്യൂജ് നമ്പർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരിക. എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുക. നമ്മൾ റസൂലിൽ നിന്നും പഠിക്കേണ്ട മറ്റൊരു സുന്നത്താണത്, അൽ മുശാവറ. നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് എത്ര തന്നെ അധികാരമുണ്ടെങ്കിലും, അതൊരു പക്ഷേ വീട്ടിന്റെ ഗൃഹനാഥനാണ്, ഒരു സ്ഥാപനത്തിന്റെ മേലാധികാരിയാണ്, കീഴിലുള്ള ആളുകളുമായി കൂടിയാലോചിക്കുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്ന ഒരു ചര്യയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, സൂറത്തുൽ ആലി ഇംറാനിൽ പറയാണ്, വശാവിറുഹും ഫിൽ അംർ. മുഅ്മിനീങ്ങൾ ആരാണ്? അവരവരുടെ കാര്യത്തിൽ കൂടിയാലോചിക്കും. എനിക്ക് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അതുമായി വിദഗ്ധരായ ആളുകളോട് ഞാൻ കൂടിയാലോചിച്ചു, അങ്ങനെ എനിക്ക് തീരുമാനമായി. എന്നിട്ട് ഖുർആൻ പറയാം, ഫൈദാ അസംത, അങ്ങനെ നീ തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, നീ അല്ലാഹുവിനെ തവക്കൽ ചെയ്യുക. നീ വേണ്ടപ്പെട്ട ആളോടൊക്കെ ചോദിച്ചു, കൂടിയാലോചിച്ചു, നീ തീരുമാനിച്ചു, പിന്നെ നീ ടെൻഷൻ അടിക്കരുത്, വസ്വാസ് ഉണ്ടാകരുത്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിനെ നീ തവക്കൽ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അങ്ങനെ തവക്കുൽ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാം. വശാവിറുഹും, റസൂൽ അവരെ വിളിച്ച് മുഷാവറ ചെയ്യും. മുഹാജിറുകൾ വലിയ ആവേശമായി, റസൂലെ ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് പോകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുകയാണ്, അശീറു അലയ്യ അയ്യുഹന്നാസ്, നിങ്ങൾ പറഞ്ഞു തരൂ, യഥാർത്ഥ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞു തരൂ എന്ന് റസൂൽ വീണ്ടും ചോദിക്കാം. പലവട്ടം ചോദിച്ചപ്പോൾ അൻസാറുകൾക്ക് മനസ്സിലായി ഇത് നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് റസൂൽ ചോദിക്കുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അൻസാറിൽ ഔസ് ഗോത്രത്തിന്റെ നായകനാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ വരികൾ ചരിത്രത്തിൽ വലിയ രോമാഞ്ചത്തോടു കൂടിയല്ലാതെ നമുക്ക് വായിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയാണ്, ഖദ് ആമന്നാ ബിക വസദ്ദഖനാക, റസൂലേ, അങ്ങയിൽ വിശ്വസിച്ചവരാണ് നമ്മൾ, അങ്ങ് പറയുന്നത് സത്യമാണ് എന്ന് ഉൾക്കൊണ്ടവരാണ് നമ്മൾ. താങ്കളിനൊരു കടലിലേക്ക് എടുത്തു ചാടിയാലും നമ്മളെല്ലാവരും ഒന്നും ആലോചിക്കാതെ ആ കടലിലേക്ക് എടുത്തു ചാടും. നമ്മളിൽ ഒരാൾ പോലും ചാടണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിൽക്കുക പോലുമില്ല. അതുകൊണ്ട് റസൂലേ, തങ്ങളുടെ അഭിപ്രായമായി താങ്കൾ മുന്നോട്ട് പോവുക. മിഖ്ദാദ് അംർ എണീച്ചെന്നിട്ട് പറയാം, ബനൂ ഇസ്രായേൽ മൂസയോട് പറഞ്ഞതുപോലെ താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്ത എന്ന വർത്തമാനം നമ്മൾ പറയൂല. ഇതാ റസൂലേ, നമുക്ക് ഒരുമിച്ച് പോകാം യുദ്ധത്തിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലകഅന്നി വലകഅന്നിൽ ആന അൻദുറു ഇലാ മസാരിഇൽ ഖൗം, തീർച്ചയായിട്ടും ഞാൻ ശത്രുജനങ്ങൾ എവിടെയാണ് മരിച്ചു വീഴാൻ പോകുന്നത് എന്നത് ഞാൻ കൃത്യമായി കാണുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അനസ് ബിൻ മാലിക് പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസം വന്നിട്ട് നമുക്ക് ഓരോ ആളുകളും എവിടെയാണ് പതിക്കുന്നത് എന്ന്, മരിച്ചു വീഴുന്നത് എന്ന് കാണിച്ചു തന്നു. അതേ സ്ഥലത്ത് ഒട്ടും മാറിയില്ല. റസൂൽ പറഞ്ഞ അതേ ആളുകൾ അവിടെ കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തിയാവുക. മറുവശത്ത് നമ്മൾ കാണുകയാണ്, അബൂജഹലും കൂട്ടരും എന്ത് ചെയ്യണം എന്നവർക്ക് കൃത്യമായ അഭിപ്രായമൊന്നുമില്ല. അബൂജഹലിന്റെ വശത്തു നിന്ന് അംറിബിന് ഹിഷാമിനെ അയക്കുകയാണ്. മുസ്ലിങ്ങൾ എത്ര ആളുകളുണ്ട് എന്ന് നോക്കിയിട്ട് അവർ തിരിച്ചു വരികയാണ്. ആ സമയത്ത് അംറിബിന് വഹബ് പറയുന്നുണ്ട്, അവർ 300 ചില്ലാനം ആളുകളേ ഉള്ളൂ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അവരുമായി പോരടിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുകയില്ല തന്നെ. അവരിൽ ഒരുപാട് പേരെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല, നിങ്ങളിൽ ഒരുപാട് പേർ മരിച്ചിട്ടല്ലാതെ. ഉത്ബത്ത് ബിൻ റബിയ, അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെടാണ്. ഉത്ബക്ക് കാര്യം ബോധ്യപ്പെടാണ്. ഉത്ബ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. ഉത്ബ ഒരു ഒട്ടകത്തിൽ കയറിയിട്ട് ആളുകളോടൊക്കെ ഇങ്ങനെ ചുറ്റും നിന്നിട്ട് പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് ഉത്ബ ഇങ്ങനെ പറയുന്നത് കാണുന്നുണ്ട്. റസൂൽ പറയാൻ, ഇൻ യകുൻ ഫീ ഹാദൽ ഖൗമി ഖൈറുൻ, ആ കൗമിൽ, ആ ജനതയിൽ ആർക്കെങ്കിലും ഖൈറുണ്ടെങ്കിൽ അത് ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ തിരിച്ചു പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ
ഉത്ബയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അബൂജഹലിന് ദേഷ്യായി. അബൂജഹൽ ഉത്ബയെ കുറെ പരിഹസിച്ചു. താങ്കൾ ഭീരുവാണോ എന്ന് കളിയാക്കി. അതോടുകൂടി ഉത്ബയെ ഒന്ന് ട്രിഗർ ചെയ്തതോടുകൂടി ഉത്ബ പറയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം, ഞാനും ഉണ്ട് യുദ്ധത്തിൽ എന്ന് പറഞ്ഞ് നിലപാട് മാറ്റാണ്. ഇത് നമുക്ക് തരുന്ന വല്ലാത്തൊരു പാഠമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം അസത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, ഒരു നിലപാട് തെറ്റാണ് എന്നറിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. അപകടമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ നിലപാട് മാറ്റിയില്ലെങ്കിൽ, ഉത്ബയുടെ ചരിത്രം കാണാൻ, ബദറിൽ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം കൊല്ലപ്പെട്ട 3 പേരിൽ അതിലൊരാൾ ഉത്ബയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവുണ്ടായാൽ, തെറ്റാണ് ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് തിരിച്ചറിഞ്ഞാൽ, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ഒഴിവുകഴിവുമില്ല, സത്യത്തിലേക്ക് മടങ്ങാൻ കഴിയണം. പക്ഷേ അബൂജഹൽ അങ്ങനെ ഒന്നും തയ്യാറായിരുന്നില്ല, യുദ്ധത്തിലേക്ക് പോവാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘവും അങ്ങനെ ബദറിന്റെ ഭൂമിയിലെത്തി. സഹാബാക്കൾക്ക് വല്ലാതെ ദാഹിച്ചു. ആ സമയത്ത് അള്ളാഹു മഴ വർഷിപ്പിക്കുകയാണ്. അവരുടെ ദാഹം മാറി, മണ്ണൊന്നു നനഞ്ഞു. നനഞ്ഞ മണ്ണ് ഉണങ്ങിയപ്പോൾ അത് ഉറച്ചു. ആളുകളുടെ കാലിനൊരു ബലം കിട്ടി, അവർ സുഖമായി കിടന്നുറങ്ങി. ഇതൊക്കെ ഖുർആൻ പറയാം ഒറ്റ വാക്കിൽ, ഇത് യുഗശീകുമുൻ നുആസ അമനതൻ മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖദാം. ഒരു ആയത്തിൽ പറയാം, സൂറത്തുൽ അൻഫാൽ. അല്ലാഹു എല്ലാ സഹായം ചെയ്തു കൊടുത്തു. എന്തിന്? സൂറത്തുൽ അൻഫാൽ എന്ന് പറയുന്നത്, ഇത് തസ്തഗീസൂന റബ്ബക്കും, അവരവരുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തി, അവരവരുടെ റബ്ബിനോട് സഹായം ചോദിച്ചു. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ആ സഹായം ചോദിച്ചത് ആരാണ്? അത് ബദരീങ്ങളാണ്. ആരോടാ ചോദിച്ചത്? അള്ളാഹുവിനോടാണ്. റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. നമ്മൾ ഇസ്തിഗാസ ചോദിക്കുന്നത് ആരോടാണ് എന്ന് നമ്മൾ മറുത്തൊന്നും ആലോചിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബദർ ഖുർആൻ വെച്ച് പഠിക്കും. റബ്ബക്കും, ആ ബദരീങ്ങൾ ഇസ്തിഗാസ ചെയ്തത് റബ്ബിനോടാണെങ്കിൽ, പ്രേമുള്ളവരെ ഇപ്പോഴും ആ ബദരീങ്ങളോട് ഇസ്തിഗാസ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഖുർആൻ വായിക്കാത്തവരല്ലേ നമ്മൾ? ആ പടപ്പുകൾ പടച്ചവനോടാണ് തേടിയതെങ്കിൽ നമുക്ക് തേടാനുള്ളത് അള്ളാഹുവിനോടാണ്. അവരെ തേടി, അള്ളാഹു ഫസ്തജാബലക്കും, അള്ളാഹു മറുപടി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ദീർഘമായി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റസൂൽ അന്ന് നടത്തിയ പ്രാർത്ഥന നമുക്ക് കാണാം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഏറ്റവും ആപൽഘട്ടത്തിൽ റസൂൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമുക്ക് ഓർമ്മ വേണം. അള്ളാഹുവിന്റെ 2 നാമമാണ്, യാ ഹയ്യു യാ ഖയ്യൂം. യാ ഹയ്യു, അള്ളാഹു ഹയ്യാണ്, ഖയ്യൂമാണ്. അള്ളാഹു റസൂൽ ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷമഘട്ടത്തിലൊക്കെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ 2 നാമങ്ങളാണത്. റസൂൽ പ്രാർത്ഥിച്ചു, ദീർഘമായി പ്രാർത്ഥിച്ചു, ഈ കൊച്ചു സംഘം നശിച്ചാൽ നിന്നെ ആരാധിക്കാൻ ആരുമില്ല. ദീർഘമായി റസൂൽ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചു. രാവിലെ സഹാബാക്കളൊക്കെ ഉറങ്ങി എഴുന്നേറ്റു. റസൂല് പ്രാർത്ഥിക്കുന്ന കാണുകയാണ്. റസൂലിന്റെ കൈകൾ പരമാവധി ഉയർന്നു. റസൂലിന്റെ തോളത്തുള്ള ഷാള് താഴെ വീണു. അബൂബക്കർ അത് എടുത്തു കൊടുത്തിട്ട് പറയാൻ, റസൂല് മതി മതി എന്ന് താങ്കൾ പ്രാർത്ഥിക്കണ്ട, കാരണം അള്ളാഹു താങ്കളുടെ പ്രാർത്ഥന സ്വീകരിക്കും. നമ്മൾ പഠിക്കേണ്ടുന്ന ബദറിൽ പ്രധാനപ്പെട്ട മറ്റൊരു പാഠം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമോ എന്നൊരു പേടിയുണ്ട്, തട്ടിക്കളയുമോ എന്നൊരു പേടിയുണ്ട്. ഈ ഹൗഫ് നമുക്ക് വേണം. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ നോമ്പ് നോക്കുന്നു, ഖിയാമുൽ ലൈൽ അനുഷ്ഠിക്കുന്നു, ഇത് അള്ളാഹു തട്ടിക്കളയുമോ എന്നൊരു ഹൗഫ്, ഒരു പേടി നമുക്ക് വേണം. അതോടൊപ്പം തന്നെ അബൂബക്കറിനുണ്ടായിരുന്ന ഒരു ഹോപ്പ് ഉണ്ട്, ഒരു റജാ ഉണ്ട്. കമ്മിതി റസൂലെ, താങ്കൾ ഇത്ര പ്രാർത്ഥിച്ചില്ലേ, അള്ളാഹു സ്വീകരിച്ചോളും, അള്ളാഹു സ്വീകരിച്ചോളും. നമുക്ക് പേടി വേണം. നമ്മുടെ അമലുകൾ അള്ളാഹു തട്ടിക്കളയുമോ എന്ന പേടി വേണം. ഇല്ല, അള്ളാഹു സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷയും വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, യുദ്ധത്തിൽ ആദ്യമായി കൊല്ലപ്പെടുന്ന 2ാമത്തെ സഹാബിയുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആ സഹാബിയുടെ പേര് കാണാം, ഹാരിസ് ബിൻ സുറാഖ. ആ സഹാബിയെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല, അത്രയൊന്നും പേര് കേട്ട സഹാബിയല്ല. ആ സഹാബി അമ്പ് കൊണ്ടിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. ഹാരിസയുടെ ഉമ്മ റസൂലിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറയാൻ, റസൂലെ, എന്റെ മകൻ ഷഹീദായി, അവൻ സ്വർഗത്തിലാണെങ്കിൽ, അവൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ സമാധാനിക്കാം, അല്ലെങ്കിൽ എനിക്ക് സമാധാനിക്കാൻ കഴിയില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഇന്നഹാ ജിനാനുൻ യാ ഉമ്മ ഹാരിസ. ഉമ്മ ഹാരിസ, അത് ഒരു സ്വർഗ്ഗമല്ല, ഒരുപാട് സ്വർഗ്ഗങ്ങളുണ്ട്. ഫഇന്ന ഇബ്നകി അസാബകൽ ഫിർദൗസൽ അഅല. നിന്റെ മകൻ എത്തിയിരിക്കുന്നത് ഫിർദൗസൽ അഅല, ഏറ്റവും വലിയ സ്വർഗ്ഗത്തോപ്പിലാണ്. അത് ഫിർദൗസാണ്. നമ്മൾ ആ സഹാബിയെ കുറിച്ച് വായിക്കുമ്പോൾ അധികമൊന്നും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. ചില ആളുകൾ അങ്ങനെയാ, നാട്ടിലൊന്നും പേരും പ്രശസ്തിയൊന്നുമില്ല, ആളുകളാൽ അത്ര തന്നെ ഗൗനിക്കപ്പെടുന്ന ആളല്ല. പക്ഷേ നാളെ നമ്മൾ സ്വർഗ്ഗത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഫിർദൗസുൽ അലയിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ബദർ തരുന്ന മറ്റൊരു പാഠം അതാണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് ആ സമയത്ത് അബൂജഹൽ പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ അക്സിഅഹും ബിർറഹീം. അബൂജഹൽ നടത്തുന്ന പ്രാർത്ഥനയിൽ നമ്മളൊന്ന് ഫോഴ്സ് ചെയ്ത് വായിക്കുക, അല്ലാഹുമ്മ. അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. പിന്നെ എന്തുകൊണ്ട് അബൂജഹലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ വേറെയായി എന്ന് നമ്മൾ പരിശോധിക്കണം. അബൂജഹൽ അള്ളാഹുവിനോട് മാത്രമായിരുന്നില്ല പ്രാർത്ഥിക്കുന്നത്,
കൂട്ടത്തിൽ വദ്ദിനോട്, സ്വായിനോട്, യഊഖിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദായ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നതാണ് ചരിത്രം. അതുകൊണ്ടാണ് ബദറിൽ അവർ മുഴക്കിയ, സഹാബാക്കൾ മുഴക്കിയ മുദ്രാവാക്യം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ കാണാം, അഹദുൻ അഹദ് അഹദുൻ അഹദ്, ഒരുവൻ, അവനല്ലാത്ത വേറെ ആരുമില്ല. അഹദുൻ, ഒരുവൻ, അവനിൽ നിന്നല്ലാത്ത സഹായവുമില്ല. പോരാട്ടം ശക്തമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബാക്കൾ പറയാണ്. നമ്മൾ ബദർ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ ദുആ ചെയ്തങ്ങ് കഴിഞ്ഞുകൂടി, സഹാബാക്കൾ യുദ്ധം ചെയ്തു. അങ്ങനെയല്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ആരും മുന്നോട്ട് പോകരുത് ഞാൻ അവന്റെ മുന്നിൽ ഉണ്ടായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിൽ ഞാൻ ഉണ്ടാവും. അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അലി റളിയല്ലാഹു പറയാണ്, നമ്മൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് റസൂലിന്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. റസൂൽ നമുക്കൊരു താങ്ങായിരുന്നു, തണലായിരുന്നു. അന്ന് ഏറ്റവും ധീരമായി പോരാടിയിരുന്നത് റസൂലാണ്. നമ്മൾ എപ്പോൾ നോക്കിയാലും ശത്രുക്കളുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് റസൂലാണ്. നമ്മൾ പലപ്പോഴും ആലോചിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ മാത്രം ചെയ്ത് ടെന്റിൽ കഴിഞ്ഞുകൂടുകയല്ല, പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ ദുആയിലായിരുന്നു. ഇത് ഒരു മുഅ്മിനിന്റെ സിഫത്താണ്. നമ്മൾ പലപ്പോഴും ചില ആളുകൾ ഇന്ന് അബ്രവാളിയിൽ വലിയ മാസ് ഫൈറ്റ് സീനുകൾ കാണുമ്പോൾ പല ആളുകളും അതിന്റെ പുറകെ പോവാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരത എന്താണ് എന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത്ര ധീരനായിരുന്നു, അത്ര ആത്മീയമായി ബലമുണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അവിടെയാണ് മലക്കുകൾ ഇറങ്ങി എന്ന് നമ്മൾ കാണുന്നത്. മലക്കുകൾ എപ്പോഴാണ് ഇറങ്ങിയത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ബദർ വായിക്കുമ്പോൾ ആദ്യം തന്നെ മലക്കുകൾ ഇറങ്ങി അള്ളാഹു സഹായിക്കുകയല്ല. ചില സംഭവങ്ങളിൽ കാണാം, സഹാബാക്കൾ വാള് വെച്ച് ശത്രുവിന്റെ കഴുത്തിൽ വെട്ടുന്നതിന് തൊട്ടു മുമ്പാണ് മലക്കിടപെടുന്നത്. അവിടെ സഹായിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടാണ് അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കലല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക എന്നതാണ് പ്രധാനം. അവിടെയാണ് ബദർ. ആരാണ് ബദരീങ്ങൾ എന്ന് ജിബ്രീൽ ഒരിക്കൽ വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ബദരീങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാടെന്താ? അഫ്ദലുൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളിൽ ഏറ്റവും അഫ്ദലാണ്. ഹാകദാൽ മലായിക, നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കാണ് പോരിശം എന്ന് പറഞ്ഞാൽ സംശയമൊന്നുമില്ല, ബദരീങ്ങൾ ഏറ്റവും മഹത്വമുള്ള മഹത്വക്കൾ തന്നെയാണ്. പക്ഷേ അതവരെ വിളിക്കാനല്ല, അവർ നയിച്ച പാതയിലൂടെ കടന്നു പോകാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ജീവിതത്തിന് ശേഷവും ബദരീങ്ങളുടെ മക്ബറകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും റസൂലിന്റെ സഹാബാക്കൾ ഇന്നവരെ അവിടെ ഒരു നേർച്ചയും നമ്മൾ കാണുന്നില്ല. ഒരു നേർച്ചയും ഒരു വഴിപാടും അത്തരം ആഘോഷങ്ങളൊന്നുമില്ല. ഇന്ന് ബദറിനെ ആഘോഷിക്കുന്നവർ ഖുർആൻ എടുത്ത് വായിക്കുകയും ബദർ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു അത്തരത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبر. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ ബദറിനെ സംബന്ധിച്ച് സവിസ്തരം പറയുന്ന സൂറത്താണ് സൂറത്തുൽ അൻഫാൽ. അൻഫാൽ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധമുതൽ എന്നാണ്. മുസ്ലിങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു, യുദ്ധമുതലുകൾ മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. പിന്നീട് ആ യുദ്ധം മുതൽ ആർക്കാണ് എന്ന വിഷയത്തിൽ തർക്കം നടക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത് വരെ ഒരുമിച്ചുണ്ടാകും. നമ്മുടെ കയ്യിൽ വിജയം വന്നാൽ, സ്വത്ത് വന്നാൽ ആളുകൾ പിരിയാണ്. അവിടെ വിശുദ്ധ ഖുർആൻ നല്ലൊരു പാഠം നമുക്ക് പറഞ്ഞുതരാണ്. മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞാനാണ് അഹക്ക്, എനിക്കാണത് കൂടുതൽ അവകാശം. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ. ഇത് നിങ്ങൾക്കൊന്നുമല്ല. ഈ വിജയം നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയ? അള്ളാഹു കാരണമാണ്, റസൂൽ കാരണമാണ്. എന്നിട്ട് നിങ്ങളുടെ ഒരുമ അത് ഒരുപോലെ കൊണ്ടുപോകണമെങ്കിൽ, മുസ്ലിം സമൂഹം ഐക്യം നഷ്ടപ്പെട്ട് ഇന്ന് ഭിന്നിച്ചുകൊണ്ട് പരാജയപ്പെടുമ്പോൾ നമ്മൾ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യം അന്വേഷിക്കണമെങ്കിൽ സൂറത്തുൽ അൻഫാലിന്റെ 1-ാമത്തെ വചനം പറയാം, ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനിക്കും. രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫത്തഖുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിൽ പേടിയുണ്ടാകണം, തഖ്വയുണ്ടാകണം. വഅസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ നന്നാവണം. ഒന്ന്, നമ്മൾ സ്വയം നന്നാവണം, നമ്മൾക്കിടയിൽ നന്നാക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാകണം,
സൃഷ്ടികളുമായുള്ള ബന്ധവും നന്നാവണം. ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്ന അങ്ങനെ. അവിടെയാണ് ഒരുമയുണ്ടാകുന്നത്, അവിടെയാണ് വിജയമുണ്ടാകുന്നത്, അവിടെയാണ് അള്ളാഹുവും റസൂലും ഇടപെട്ടിട്ട് നമുക്കുണ്ടായ ചരിത്രത്തിൽ വലിയ വലിയ വിജയകഥകൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അത് ആവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് സൂറത്തുൽ അൻഫാൽ പറഞ്ഞ വാക്യമാണ്. അള്ളാഹു അത്തരത്തിൽ വിശുദ്ധ ഖുർആനിനെ ഫോളോ ചെയ്യുന്ന, വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങളെ നെഞ്ചിലേറ്റുന്ന, അത് പ്രബോധനം ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ CH സെന്ററുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം CH സെന്ററുമായി ബന്ധപ്പെട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യം അത് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ അപ്പോഴാണ് നമുക്കതിന്റെ വേദനയും വിലയും മനസ്സിലാകുന്നത്. നമ്മൾ ഇന്ന് ആരോഗ്യവാന്മാരാണ്. ബദറിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ അങ്ങനെ വദ്കുറു ഇത് അൻതും ഖലീലുൻ, നിങ്ങൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ, അള്ളാഹു ആ സമയത്ത് നിങ്ങളെ സഹായിച്ചല്ലോ, അതുകൊണ്ട് ലഅല്ലക്കും തഷ്കുറൂൻ ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ, അള്ളാഹിനെ പേടിക്കണേ, നിങ്ങൾ അതിന് ശുക്ർ ചെയ്യണേ എന്ന് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നു, ആരോഗ്യം തന്നു. ഇതെന്തിനാ? അത് നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാനാണ്. അതുകൊണ്ട് ആ നിയ്യത്തിൽ, നല്ലൊരു നിയ്യത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊടുക്കുന്നതൊന്നും നാളെ ഖേദമല്ല, ഇത് ബാക്കിയാകും, മറ്റതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അത്തരത്തിൽ എല്ലാ ഇബാദത്തുകളും നാളേക്ക് അതിന്റെ വലിയ പ്രതിഫലം കാണാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ഇന്നല്ലാഹ യഅമുറുകും ബിൽ അദ്ലി والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.